ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പുതിയ തരം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കൊഞ്ചൻ ചുക്ക ദം ബിരിയാണിയാണ്. അതിനായിട്ട് ക്ലീനാക്കി വെച്ച 1/2 കിലോ കൊഞ്ചനാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്താൽ മതിയാവും. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഓക്കെ. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി എന്നിവ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സവാളയാണ് ഇത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഉണ്ട് മസാലയ്ക്ക് വേണ്ടി. അതിന് 2 തക്കാളി എന്ന തോതിലാണ് എടുത്തത്. ഇത് ഞാൻ കനം കുറഞ്ഞ് മാറ്റി വെച്ച 2 സവാള പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ 4 സവാള എടുത്തിട്ടുണ്ട്. 2 എണ്ണം പൊരിച്ചെടുക്കാൻ, 2 എണ്ണം മസാലയ്ക്ക് വേണ്ടിയിട്ടും. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകട്ടെ നന്നായിട്ട്. അത് പാത്രം കണ്ടിട്ടാരും ബോധം പോണ്ട. അത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളി അതിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഉള്ളി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക, സവാള. നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതിനു മുന്നേ നമുക്ക് ഒരു പേസ്റ്റ് തയ്യാറാക്കണം. പുതിന, മല്ലി, ഇഞ്ചി, വെളുത്തുള്ളി, കറുവപ്പട്ട, ഗ്രാമ്പ്, പെരുംജീരകം ഇട്ടിട്ടുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. 2 ട്രിപ്പായിട്ട് ഇടുന്നുണ്ട് ഉള്ളി. അതും അതേപോലെ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെക്കാം. മസാലയ്ക്കുള്ള തക്കാളിയാണിത്. 2 തക്കാളിയാണ് എടുത്തത്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഉള്ളി വറുത്ത് കോരിയിട്ട്. അത് ലാസ്റ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഉള്ളി പൊരിച്ച ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതായാലും സാരമില്ല. ഞാനിവിടെ ഓയിലാണ് എടുത്തത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൊഞ്ചൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കൊഞ്ചൻ നമുക്ക് പൊരിച്ചെടുക്കാം നന്നായിട്ട്. ഞാനിതിൽ സ്പീഡിൽ കാണിക്കുന്നതിനാണ്. ഒരു 2-3 മിനിറ്റ് ആയതിനു ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കൊഞ്ചന് നല്ല വേവുള്ളതാണ്. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് വേവണം കൊഞ്ചൻ. അപ്പോൾ 2 സൈഡും ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് മൂടി വെച്ചിട്ടാക്കാം. പിന്നെ വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കണം. അതിനായിട്ട് കൊഞ്ചം പൊരിച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട്. അതിലൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. സ്പീഡ് കൂടിപ്പോയി വീഡിയോന്. നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കണം. വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അതെല്ലാം കൂടിയിട്ട് അരച്ചതാണ്. മല്ലിയില, പുതിനയെല്ലാം ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാത്രം കണ്ടിട്ട് ആരും ഒന്ന് കളിയാക്കണ്ടേ. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം അങ്ങനെ ആക്കാം. വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. എന്നിട്ട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടിയിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഓരോരുത്തർ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഈ ഒരു കളർ കിട്ടുന്നതെല്ലാം. നല്ല ബ്ലാക്ക് കളറായിട്ട് വരും കുരുമുളക് പൊടി ഇട്ടാൽ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ മൂട് തുറക്കുന്നത് കാണിക്കുന്നുണ്ട്. 5 മിനിറ്റോളം അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ഈ ഒരു മസാല നല്ലോണം വെന്ത് വന്നാൽ നമുക്ക് അതിലേക്ക് പൊരിച്ച് വെച്ച കൊഞ്ചൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പീഡിൽ ഇങ്ങനെ കാണിക്കുന്നത് ലെങ്ത്ത് കൂടി പോകുന്നതാണ് വീഡിയോൻ്റെ. എന്നിട്ട് പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച 2 സവാള, അത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ചെറിയ രീതിയിൽ പൊടിച്ചെടുക്കുക, ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമുക്ക് ആ മസാലയില്ലേ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടെ ആവുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ആണ് അരി എടുക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഈ ഒരു ഗ്ലാസ്സിൽ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയാണ് 2 ഗ്ലാസ് അരി. ഇനി ആ ചോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഉള്ളി പൊരിച്ചത്, മല്ലിയില, നേരത്തെ ഈ ഒരു പേസ്റ്റ്, മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം കൂടിയിട്ടുള്ള അരച്ച് വെച്ച പേസ്റ്റാണ്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, കറിവേപ്പില, ക്യാരറ്റ് എന്നിവയാണ് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. പിന്നെ ഒരു അര കഷ്ണം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊഞ്ചൻ ചുക്ക റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂട് തുറന്നിട്ടൊന്ന് നോക്കാം. ഓക്കെ, അതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് ആവണം. അപ്പോൾ നമുക്കത് പകുതിയായി വരുമ്പം തന്നെ നമുക്ക് അര ടീസ്പൂൺ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അധികം വേണ്ട, അധികം ചേർത്ത് കൊടുത്താൽ പുളി വന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി വെക്കണം, അല്ലെ അടി പിടിച്ചു പോവും. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് മാറ്റി വെച്ച് കൊടുക്കാം. നമുക്കൊരു ചോറ് വെക്കാനായിട്ടൊരു പാത്രം വെക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി വറുത്ത് കോരി വെച്ച വെളിച്ചെണ്ണയില്ലേ, നേരത്തെ ഓയിൽ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരുംജീരകം, കുറച്ച് പെരുംജീരകം എടുത്തിട്ടുള്ളൂ. അധികം അത് കടിക്കും അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇതായി വരട്ടെ. അപ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്തിരിക്കുന്ന അര ഉള്ളി, ഒന്നിൻ്റെ പകുതി ഉള്ളി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സ്പീഡ് പറഞ്ഞിട്ട് മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുമോ? അതൊന്ന് വഴണ്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞിരുന്ന ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഭാഗം മതിയാവും, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അത് മൂടി വെച്ചിട്ട് ഒന്ന് വെന്തോട്ടെ.
അല്ലാണ്ട് ക്യാരറ്റെല്ലാം പച്ച പോലെ ഉണ്ടാവും. എന്നിട്ട് 1 സ്പൂണിൻ്റെ അത്ര ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 kg ആണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നെയ്യ് വേണ്ടിക്കലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അത് ചേർത്തിട്ട് അത് നല്ലോണം ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ഈ നെയ്യിൻ്റെ അകത്ത് കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം എന്താ പറയുക, ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിലാണ് എടുക്കുക. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 3 ഗ്ലാസും ഒരിത്തിരിയും കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരളവ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരിത്തിരിയും കൂടി അധികമായാലൊന്നും ചോറ് വെന്തടിഞ്ഞു പോകുന്നില്ല. അരി നല്ലോണം ഒന്ന് വേവണ്ടേ, അപ്പം കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. അത് അത്രയും ചേർക്കുന്നുണ്ട്. എന്നാൽ നന്നായി വെന്ത് വരും. എല്ലാവരും പറയും 1.5 ഗ്ലാസ് തന്നെ മതിയെന്ന്. അല്ല, ഞാൻ കുറച്ചും കൂടി എടുക്കുന്നുണ്ട്, ചോറ് നന്നായിട്ടൊന്ന് പാകമായി വരെ. അല്ലാണ്ട് ചിലത് വെന്ത് വരില്ല. അപ്പോൾ ഈ ഒരു പേസ്റ്റില്ലേ നേരത്തെ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലി അതെല്ലാം ചേർത്തിട്ടുള്ള മല്ലിയിലേൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചേർത്തിട്ട്, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാല അതിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചോറിന്. ഇഞ്ചി വെളുത്തുള്ളി മല്ലിയിലയെല്ലാം ഇട്ടിട്ടുള്ള പേസ്റ്റ്. അപ്പം നല്ലോണം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കാം. അപ്പം ചോറിന് തിളയൊന്നും വന്നിട്ടില്ല, ഞാൻ വെറുതെ ഒന്ന് പൊന്തിച്ച് നോക്കിയതാണ്. അപ്പം എൻ്റെ കൊഞ്ചൻ ചുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ആ വീഡിയോന് വേണ്ടിയിട്ട് പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് സിമ്മിലാക്കി വെച്ചിട്ട്, പിന്നെ അധികം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് വേവേയില്ല, പിന്നെ അടിപിടിച്ച് പോകും. അപ്പോൾ 1 സ്പൂൺ ഗീയും ചേർത്തിട്ട് മൂടി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റോളം പിന്നെയും വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. ദമ്മിടുന്നതാണ്. ഒരു ചെമ്പിലേക്ക് ചോറിട്ട്, എന്നിട്ട് എല്ലാവരുടെയും ആയിക്കൊടുത്ത്, എന്നിട്ട് അതിലേക്ക് നമ്മൾ ആക്കി വെച്ച കൊഞ്ചൻ ചുക്ക മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാവരുടെയും ആക്കുക. എന്നിട്ട് ഉള്ളി പൊരിച്ചതും മല്ലിയില എല്ലാം ഇട്ട് കുറച്ച് ഗരം മസാല പൊടി ഇടുക. എന്നിട്ട് ഒരു ഇത്തിരി ഗീയും ചേർത്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ ഇടുക ചോറ്. അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത ലെയർ കൊഞ്ചൻ ചുക്ക ചേർത്ത് കൊടുക്കാം. എല്ലാം ഇടാവുന്ന തരത്തിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ ചോറ് അങ്ങനെ ആക്കി കൊടുക്കാം. ലെയറായിട്ട് ചെയ്ത് ലാസ്റ്റ് ഗീയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഗരം മസാല പൊടിയും ഇടുന്നുണ്ട്, അത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ. അങ്ങനെ ലെയറായിട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. സിമ്മിലാണേ വെക്കാം, തീ കുറച്ചിട്ട് വേണം വെക്കാൻ. അതൊരു 10-15 മിനിറ്റ് അങ്ങനെ നിന്നോട്ടെ. അടിപൊളിയാണ്. എന്നിട്ട് ഞാൻ മൂടി എടുത്തിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് വെച്ചതാണ്. സ്പീഡിലായിപ്പോയി വീഡിയോ എടുക്കൽ. അപ്പോൾ നമുക്ക് സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ട്. എൻ്റെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറാണ്.